കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്യുന്ന കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ ശക്തിയാൽ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. ഇന്ന് ജീവിതത്തിന്റെ ഓരോ വിഷയത്തിന് വേണ്ടി യാത്ര പുറപ്പെടുന്നവരെ ഈ നിമിഷം ആശീർവദിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പ്രിയമകനെ, പ്രിയമകളെ, നിന്റെ ശിരസ്സിൽ ഇപ്പോഴ് കർത്താവ് തന്റെ വിശുദ്ധമായ വലതുകരത്താൽ നിന്നെ ആശീർവദിക്കുന്നു. നീ ശിരസ് കുമ്പിട്ട് കൈകൾ കൂപ്പി ഈ ആശീർവാദം സ്വീകരിക്കുക. കർത്താവെ, ഈ മകനെ ഞാൻ പ്രത്യേകം ആശീർവദിക്കുന്നു, ഈ മകളെ ആശീർവദിക്കുന്നു. ഇവര് പോകുന്ന ഓരോ കാര്യങ്ങളും അവരുടെ കഴിവിനേക്കാൾ ഒരു ദൈവത്തിന്റെ കൃപ കൊണ്ട് നേടുവാനും അവർക്ക് വേണ്ടി വാദിക്കുവാനും ഞാൻ നിനക്ക് മുമ്പ് എന്റെ ദൂതനയക്കുമെന്ന് അടിച്ച കർത്താവിന്റെ വാഗ്ദാന പ്രകാരം ഇവർ ചെന്നെത്തുന്ന സ്ഥലങ്ങളിലെ, കണ്ടുമുട്ടുന്ന വ്യക്തികളിലെ, ഇടപെടുന്ന സാഹചര്യങ്ങളിൽ, ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളിലെല്ലാം കർത്താവിന്റെ കൃപ നിറയട്ടെ. കർത്താവിന്റെ ദൂതൻ പരിശുദ്ധ ദേവമാതാവിന്റെ മധ്യസ്ഥത്തിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ, നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കട്ടെ. കർത്താവെ, ഓരോ പ്രവർത്തനവും നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസിലാണ് നീ ചെയ്യുന്നതെന്ന് നിന്റെ വചനത്തിന്റെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഉടമ്പടി ക്രമീകരിച്ചിരിക്കുന്നത്. കർത്താവെ, ചില അപകടം പിടിച്ച സ്ഥലങ്ങളെ കാണിച്ചു തരുന്നുണ്ട് ഈശോയെ, ചില രോഗികളെ കാണിച്ചു തരുന്നുണ്ട് ഈശോയെ. ഭീകരമായ വേദന കൊണ്ട് വിഷമിക്കുന്നവരെ പ്രത്യേകം ഞാൻ ആശീർവദിക്കുന്നു. കർത്താവെ, എല്ലാവിധ രോഗങ്ങളും കണ്ണ് വീർത്തിരിക്കുന്നവരെ കാണിക്കുന്നുണ്ട് ഈശോയെ. തൊടയലിന് വേദനയും അതുപോലെ മരവിപ്പും ഉള്ളൊരു കർത്താവ്, പൊള്ളലിന്റെ പേരിൽ തുണി ഉടുക്കാൻ പറ്റാതെ കിടക്കുന്ന അത്ര വേദനിപ്പിക്കുന്നവരെ കാണിക്കുന്നുണ്ട് ഈശോയെ. അതുപോലെ ത്വക്ക് രോഗങ്ങളെ കർത്താവിന്റെ വിശുദ്ധമായ രക്തം പരിശുദ്ധ അമ്മ ദേവമാതാവിന്റെ മധ്യസ്ഥതയിലെ ത്വക്ക് നീറി പുകയുന്നവരുടെ, ശരീരം ചൂടുകൊണ്ട് ഉറങ്ങാൻ പറ്റാത്തവരെ, പക്ഷരോഗികളെ കർത്താവ് ആശീർവദിക്കട്ടെ. കർത്താവിന്റെ വിശുദ്ധമായ രക്തത്താൽ നിങ്ങൾ കുതിരപ്പെടുകയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾ സൗഖ്യം പ്രാപിക്കുകയും ചെയ്യട്ടെ. ഓരോരോ ജീവിത ആവശ്യങ്ങൾക്ക് വേണ്ടി ഉദ്യമിക്കുന്നവര്, പഠിക്കുന്ന വിദ്യാർത്ഥികള്, പരീക്ഷയ്ക്ക് വരുന്ന മക്കള്, അവരെ ഈ നിമിഷം ആശീർവദിക്കുന്നു. അവരുടെ പഠനത്തിന്റെ എല്ലാവിധ സാഹചര്യങ്ങളെയും ഭൗതികമായ പഠന സാമഗ്രികളെയും ആശീർവദിക്കുന്നു. എൻ്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, ക്രിസ്തുവിന്റെ അടയാളത്തിൽ നീയും നിന്റെ കുടുംബവും നിന്റെ ജീവിതവും നിന്റെ ഉദ്യമങ്ങളും നിന്റെ ലക്ഷ്യങ്ങളും ഈശോ ഇന്ന് ആശീർവദിക്കട്ടെ.